നമസ്കാരം. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. റഹീമിക്കയോട് എത്ര തവണ പറ്റാത്ത ഇംഗ്ലീഷിൽ നിങ്ങൾ ടോക്കരുതേ ടോക്കരുതേ എന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ കേൾക്കത്തില്ല. ആളാകാൻ വേണ്ടി പട്ടിഷോ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. പാർലമെന്റിൽ നിന്ന് ഇന്നലെയും കിട്ടി. മാന്യ റഹീം പ്ലീസ് സ്പീക്ക് ഓൺ ദ സബ്ജക്ട് എന്ന് അധ്യക്ഷൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്നൊക്കെ ഇക്ക ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കളി. താങ്ക് യു ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി സർ. താങ്ക് യു ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി. തുടങ്ങി ദുരന്തം. സർ, while we are discussing the registration of deaths, കൊച്ചു കള്ളൻ എഴുതി വായിക്കാനൊക്കെ പഠിച്ച് അല്ലേ? മരണ രജിസ്ട്രേഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ബാക്കി I cannot help but remember. ഐ ക്യാനോട്ട് ഹെൽപ്പ് ബട്ട് റിമെമ്പറോ? അതെന്ത് തേങ്ങയായിക്ക ഇപ്പൊ പറഞ്ഞത്? ഏതോ ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. ബാക്കിയും കൂടെ കേക്കാം. പറയിക്ക, എന്താ ഞങ്ങൾ റിമെമ്പറേണ്ടത്? More than 20 students who lost their lives following the repeated exam. അങ്ങനെ വാ. വിദ്വാൻ സംസാരിക്കേണ്ട വിഷയം വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ചാടിയിരിക്കുന്നു. ഇന്ത്യയിലെ മരണങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം അതിനിടയിലേക്ക് വലിച്ചിടാനുള്ള സ്മാർട്ട് ശ്രമം. പക്ഷെ തോന്നുന്നത് പോലെ സംസാരിക്കാൻ അത് നിങ്ങളുടെ വീടിന്റെ ഉമ്മറോ അല്ല, പാർട്ടി സമ്മേളനവും അല്ലിക്ക, പാർലമെന്റാ. സാർ 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 എന്ന് 1000 പ്രാവശ്യം അവിടെ കിടന്ന് അലറിയിട്ടൊന്നും കാര്യമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ സൗകര്യം പോലെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനുള്ള വേദി അല്ല ഹേ അത്. ഇവിടെ ആവശ്യത്തിന് മൈക്ക് കെട്ടി റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്നിട്ടൊന്നും കൊതി തീർന്നില്ലേ? മലയാളികളെ മുഴുവൻ നാറ്റിക്കാതെ അവിടെങ്ങാനും അടങ്ങിയിരിക്കും മനുഷ്യ. മനസ്സിലായി. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ്. ഡെത്തിൻ്റെത് പറഞ്ഞു കഴിഞ്ഞു, ഇനി ബർത്ത് പറ. I would also like to register the birth of a new movement in this country. അയ്യോ, തകർത്ത് പണ്ടാരം അടങ്ങി. ഇതിനെയാണ് പച്ച മലയാളത്തിൽ പട്ടി ഷോ എന്ന് വിളിക്കുന്നത്. ജനന രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പുതിയ മൂവ്മെന്റിന്റെ ജനനത്തെക്കുറിച്ച് എഴുതി വായിച്ച് സ്റ്റാർ ആകാൻ നോക്കിയതാ. ഇതൊക്കെ തന്നെയാണ് ഇങ്ങേരുടെ കുഴപ്പം. ഒരു പദവിയും അവസരവും ഒക്കെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയത്തില്ല. പക്ഷെ എങ്ങനെ ദുരുപയോഗം ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് കൃത്യമായിട്ട് ചെയ്തോളും. അവരുടെ സമയം മെനക്കെടുത്താൻ പറയേണ്ടാത്ത വിഷയങ്ങൾ വളവളാന്ന് വായിട്ടടിച്ച് വെറുതെ കോമാളിയാകുന്നതാണ് ഇങ്ങേരുടെ സ്ഥിരം പരിപാടി. ഏതെങ്കിലും ഒരു വിഷയം കൃത്യമായിട്ട് വ്യക്തമായിട്ട് വൃത്തിയോടെ പാർലമെന്റിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് നമ്മൾ ആരെങ്കിലും എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉള്ള അവസരവും കഴിഞ്ഞു. എന്നും കുന്നും ഇതൊക്കെ തന്നെ. എന്തിന് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടോ എന്തോ. അതൊക്കെ പോട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മലയാളത്തിൽ സംസാരിച്ചാൽ ഇങ്ങേർക്ക് എന്താ പ്രശ്നം? അതാ എനിക്കറിയാൻ മേലാത്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാർ പരമാവധി പേരും അവിടെ തമിഴിലാണ് സംസാരിക്കുന്നത്, ഹിന്ദിക്കാർ ഹിന്ദിയിലും. ഇങ്ങേർക്ക് മലയാളം പറയുന്നത് എന്തോ കുറച്ചിലാണ് എന്ന തോന്നൽ തന്നെയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അതും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഇത് വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി, നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി. പാർലമെന്റിലൊക്കെ ചെന്ന് സംസാരിക്കുന്നത് ഇവിടെ SFI കുഞ്ഞുങ്ങളെ കൊടിയും കൈ പിടിച്ച് അവിടെ ചീത്തവറ ഇവിടെ കല്ലെറി എന്ന് പറയുന്നത് പോലെ എളുപ്പമാണെന്നൊക്കെ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം എത്ര ഡോസ് എവിടുന്ന് കിട്ടിയാലും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടോ? അതുമില്ല. പാർലമെന്റിൽ ഒരു ബില്ലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴും അവിടെയും കവലപ്രസംഗം നടത്താനായി ഇക്ക ശ്രമിക്കുന്നത്. പുറത്തുനിന്ന് എഴുതിക്കൊണ്ട് വന്നത് ഒരു വിധത്തിൽ ഒഴുക്കോടെ വായിച്ചു വന്നതാ. അതിനിടയ്ക്ക് സ്വന്തമായിട്ട് വിഷയം അങ്ങ് മാറ്റി അധ്യക്ഷൻ നിർത്തിക്കോളാനും പറഞ്ഞു. അല്ല, ഇവരെ പോലുള്ളവരെയൊക്കെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ട് കേരളത്തിന് എന്ത് ഗുണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഒരു കണക്കിന് നമ്മളിരുന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഇവരുടെയൊക്കെ തൊലിക്കട്ടി അപാരമാണ്. പേരിൻ്റെ കൂടെ ആവശ്യമുള്ള ഡിഗ്രികൾ എവിടുന്നെങ്കിലും എഴുതിയെടുത്ത് വെച്ചുകൊണ്ട് പ്രഹസനങ്ങളും കാണിച്ച് ഇങ്ങനെ നടക്കുക. ദുഷ്പേരും നാറ്റവും കേരളത്തിന്. പറച്ചില് കേരളത്തെ കരകയറ്റാൻ ഇറങ്ങിയിരിക്കുകയാണെന്നാ. പറ്റുന്നത് പോലെ കേരളത്തെ കയത്തിലോട്ട് മുക്കിക്കൊണ്ടിരിക്കുക. ഭാഗ്യത്തിന് കർണാടക സ്പെഷ്യൽ ഇംഗ്ലീഷ് പാർലമെന്റ് ചെന്ന് കാച്ചിയില്ല കേട്ടോ. അവിടെ ഇരുന്നവരുടെ നല്ല സമയം. എവിടെയാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഇക്കയ്ക്ക് കുത്തിത്തിരിപ്പ് തന്നെ പ്രധാനം. അല്ല, ജനന രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ CJPയുടെ ജനനത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഇങ്ങേരാരാ മോൻ? അളിഞ്ഞ ഭാവന അവിടെ പ്രദർശിപ്പിക്കാനൊന്ന് ശ്രമിച്ചതാ, നടന്നില്ല.
അവർ മൈക്ക് ഓഫാക്കി കളഞ്ഞത് കൊണ്ട് സാർ സാർ എന്നുള്ള അലർച്ച പിന്നെ നമുക്ക് കേൾക്കേണ്ടി വന്നില്ല. അതല്ല, എൻ്റെ മറ്റൊരു സംശയം, ഇങ്ങർക്ക് മലയാളം കൃത്യമായിട്ട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലേ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അറിയാത്ത ഒരു ഭാഷയിൽ കിടന്ന് ഞാലേണ്ട കാര്യമുണ്ടോ? ഗർജിക്കുന്ന ഒരു സിംഹമാണ് താനെന്നാണ് സ്വയമുള്ള ഒരു ഭാവം. ഒരു പൂച്ചയുടെ മ്യാവു ആയിട്ട് പോലും നമ്മൾക്കത് അനുഭവപ്പെടുന്നില്ല എന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. സാർ സാർ എന്ന് മാത്രം നോക്കാതെ പറയും. എന്നിട്ട് ബാക്കി നോക്കി വായിച്ചിട്ട് മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ രാജ്യസഭയെ തൻ്റെ പ്രസംഗം കൊണ്ട് കിടുക്കി വിറപ്പിച്ചു എന്നുള്ള തോന്നലാണ്. സ്വയം ഭാവിച്ചു വെക്കുന്നത് അങ്ങനെയാണ്. ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊരു ശ്രദ്ധയെന്നറിയാവോ? ആ CJP സമരവും നീറ്റ് പരീക്ഷയൊന്നും പുള്ളിക്കാരൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകുന്നേ ഇല്ല. ഇവിടെ PSC 10 വർഷം കൊണ്ട് വഴിയാധാരമാക്കിയിട്ട് അതിനെക്കുറിച്ച് യാതൊരു വ്യാകുലതയും അങ്ങേർക്കില്ല. അതിനെയൊന്നും പറ്റി വായ തുറന്ന് സംസാരിക്കുകയില്ല. ED ഇവരാക്രമിച്ച സമയത്ത് പാവപ്പെട്ട ടാക്സിക്കാരൻ്റെ വാഹനം അടിച്ചു തകർത്തല്ലോ, അതിന് നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതാണ് ഈ പുള്ളി. പിന്നെ അങ്ങേരെ കണ്ടിട്ടില്ല. നല്ല വാക്കൊന്നും വായിന്ന് വരാറുമില്ല, വരുന്നതിന് വിലയേയില്ല. ഓരോരോ ജന്മങ്ങൾ. ഞാനൊരു കേമനാണ്, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം. അതിനുള്ള നിരന്തരമായ പാഴ്ശ്രമങ്ങൾ മാത്രമാണ് ഓരോ തവണയും റഹീമിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ കത്തിക്കേറി അങ്ങോട്ടൊന്ന് വരും, പക്ഷെ ഇടയ്ക്ക് വെച്ച് സ്ഥിരമായിട്ട് പുകഞ്ഞ് കരിഞ്ഞു പോക്കാണ് നടക്കുന്നത്. നാടിനു വേണ്ടി സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ വിഷയം കൃത്യമായിട്ട് പഠിച്ച് ആത്മവിശ്വാസമുള്ള, വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഭാഷയിൽ അത് അവതരിപ്പിക്കുക എന്നത് ചെയ്യുന്നതിന് പകരം എന്നും ഇങ്ങനെ കോമാളി വേഷം കെട്ടാൻ ഇങ്ങർക്ക് യാതൊരു ഉളുപ്പുമില്ലേ എന്ന്. സ്വന്തം കൂരയ്ക്കുള്ളിൽ ഒതുങ്ങേണ്ടതിനെയൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ ഇതും ഇതിനപ്പുറമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഇത് റഹീമിക്കയുടെ അവസാന MP സ്ഥാനമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.